കഴിക്കാൻ എന്താ ഉള്ളത്? വീഡിയോ ഇടുന്നതിന് കുഴപ്പമുണ്ടോ? ഇന്നില്ലല്ലോ. കറിവെച്ചാൽ വീടുണ്ടോ? അത് ശരി. അപ്പോൾ ഇവിടെ എങ്ങനെ മനസ്സിലായി ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന്? ഇവിടെ ഗൂഗിൾ വഴി. നിങ്ങൾ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് തണ്ണീർപന്തൽ ഞാൻ വന്നതാണ്. ഇപ്പോൾ റിവ്യൂ കാണുമ്പോൾ ആൾക്കാർക്ക് നല്ല സന്തോഷമായിരിക്കും, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടെന്നൊക്കെ. ഓക്കെ, സന്തോഷം. കറിവെച്ചാൽ എവിടെയാണ്? ചമ്പക്കര. റെസ്റ്റോറൻറ്റിൽ ഭക്ഷണ വിഭവങ്ങൾ എന്തൊക്കെയാണ് പറയാമോ? നമുക്ക് കഴിക്കാനായിട്ടുള്ളത് കപ്പ, കള്ളപ്പം, പൊറോട്ട, കപ്പ ബിരിയാണി, ചിരട്ടപ്പൊട്ട്, ചപ്പാത്തി, ഇത്ര ഐറ്റം കഴിക്കാനായിട്ടുള്ളത്. പിന്നെ കറിയുള്ളത് താറാവ് മപ്പാസ്, നാടൻ കോഴിക്കറി, ചെമ്മീന്, കൂന്തല്, ഞണ്ട്, മുയല്, പോർക്ക്, ബീഫ്, മുഴുവല് വറുത്തത്, പള്ളത്തി വറുത്തത്, മീൻമുട്ട, അങ്ങനെ ഐറ്റം എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ ഐറ്റം ഉണ്ട്. നമ്മൾ പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയുവാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടാൽ ഇതിൽ നിന്ന് മീൻ പിടിച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. നിലവറ ഇത് ഒരേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള വീപ്പുകളും ആൾക്കാർക്ക് ഇരിക്കാനുള്ള വീപ്പുകൾക്കൊക്കെ ഇരിക്കാനുള്ള. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ്, ഓണറിൻ്റെ ഭാര്യ അല്ലേ? അത് ശരി. അവിടെ നമ്മുടെ വീട് ഇവിടെ? എന്റെ വീട് ആലുവയാണ്. ഇവിടെയാണ് മാരേജ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ഇത് തുടങ്ങിയിട്ട് എത്ര ആളായിട്ടുണ്ട്? ഇത് റെസ്റ്റോറൻറ്റ് തുടങ്ങി ആദ്യം കളി ഷാപ്പായിട്ടാണ് നിങ്ങൾ തുടങ്ങിയെങ്കിലും പിന്നെ റെസ്റ്റോറൻ്റ് ആയിട്ട് മാറ്റുമായിരുന്നു. ഇത് പാറാമറ്റത്തെ ജംഗ്ഷനിൽ തന്നെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പാറാമറ്റം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി കോട്ടയത്തിനിടയ്ക്ക് അതാണോ? അങ്ങനല്ല, ചങ്ങനാശ്ശേരി കോട്ടയത്തിന് ഇടയ്ക്കായിട്ട് വരും. പാമ്പാടി എന്ന് പറഞ്ഞ ആൾക്കാർ അറിയാം. പാമ്പാടി പാറാമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. ഇത് ഷാപ്പ് തുടങ്ങിയിട്ട് അച്ഛൻ്റെ കാലത്തിലാണ്. അപ്പൊ പാരമ്പര്യം ആണ്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പിലേക്കൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു 5-8 വർഷമേ ആയിട്ടുള്ളൂ ഇങ്ങോട്ടേക്ക് മാറിയിട്ട്. പാറാമറ്റം ജംഗ്ഷനിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് ഒരു 50 മീറ്റർ ഇപ്പുറത്തേക്ക് മാറിയിട്ടാണ് ഇപ്പോൾ ഉള്ള സ്ഥലം. ഇങ്ങോട്ടേക്ക് ഇപ്പൊ 1 വർഷമേ ആയിട്ടുള്ളൂ. ഇവിടെ ഇപ്പം കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്, പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, ബിസിനസിനും മാറ്റമുണ്ട്. ഇപ്പൊ നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. അല്ലാതെ തന്നെ ഇപ്പൊ ഇത് ലോക്കല് ഉള്ള ആൾക്കാർ അല്ലാതെ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടോ? പിന്നെ ഒരു ഫാമിലി റെസ്റ്റോറന്റ് സെറ്റപ്പിലാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്നത്. ധാരാളം ഫാമിലീസ് വരുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ നല്ല ഇഷ്ടംപോലെ കാറ് കിടപ്പുണ്ട് അവിടെ, ഇഷ്ടംപോലെ ഫാമിലി. അപ്പൊ ഇവിടെ വന്ന് ഞാൻ കുറെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോയപ്പോ എനിക്ക് വെട്ടമില്ലാത്ത തന്നെ ക്ലാരിറ്റി കിട്ടുന്നു. എല്ലാ യൂട്യൂബറും അന്നേരം സംസാരിക്കാനൊന്നും സമയമില്ലാത്തൊരു അവസ്ഥയായിരുന്നു ഇന്നലെ. ഹസ്ബൻഡിന്റെ പേരെന്താണ്? ഹസ്ബൻഡിന്റെ പേര് വിജീഷ്. വിജേഷിന്റെ ഭാര്യയാണ്. പേരെന്താ? എന്റെ പേര് അനു. വിജേഷിന്റെ ഭാര്യയാണ്. കാരണം ഇത് ഈ റെസ്റ്റോറന്റ് ഓണറിന്റെ ഭാര്യയാണ്. അപ്പം പുള്ളിക്കാരി അതെല്ലാം പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഈ ഹാളിനെ പറ്റി ഒന്ന് പറയും. ഈ ഹാളിനുള്ള നമുക്ക് 4 AC റൂമും ഇപ്പം ഇത് AC ആണോ? ഇത് AC അല്ല. ഇപ്പം ഇതിപ്പോ നമുക്കൊരു ഹാളായിട്ട് പോലെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിരിക്കുകയാണ്.
അപ്പം ഒരു 35-40 പേരുടെ ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഇത് മതിയാവും. പിന്നെ ഒരു സ്റ്റേജ് സെറ്റപ്പ് ഉണ്ട്, അതങ്ങ് താത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ആയി. അങ്ങനെ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഇതിപ്പം 10-40 പേർക്ക് ഇരിക്കാം. 40 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അറിയിക്കണം അല്ലേ? അറിയുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റും. ചെറിയ ഫംഗ്ഷൻ, ബർത്ത്ഡേ ഫംഗ്ഷൻ പോലുള്ള ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താവുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇത് ഇത്രയും പറഞ്ഞു തന്നെ സന്തോഷിക്കുന്നത്. നമുക്ക് ഇനി അകത്തേക്ക് പോകേണ്ട പാചകത്തിൻ്റെയും ഒക്കെ പിന്നെ ഇതിൻ്റെ തുണിയുടെ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു. ഇതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. നോക്കിയാൽ എന്ത് മീനാണ് എന്ത് മീനാണ്? കൂരിയുടെ മുട്ട വല്ലതാണോ? വറ്റ മുട്ടയാണ് ഇത്. കണ്ട മുട്ട സ്പെഷ്യലായിട്ട് കറി വെച്ചിരിക്കുകയാണ്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? മീൻ മുട്ട ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യുന്നത്? ഇനി ഇത് മീൻ പീര, ഇതിപ്പോ വറ്റമുട്ട ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി പൊടിച്ചിട്ട് മീൻ പീരയൊക്കെ വെക്കുന്ന സെറ്റപ്പിൽ ചെയ്തെടുക്കും അല്ലേ? അത് കൊള്ളാമല്ലോ. ഞാൻ ഈ സാധനം പല ഷാപ്പിലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു മുട്ട കാണുന്നത് ഞാൻ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. അത് കൊള്ളാം, അടിപൊളി. അത് കൊള്ളാം. ഓക്കെ ഓക്കെ. ഇത് പന്നിയൊക്കെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. റിസോർട്ടിലെ മധുരക്കള്ളാണ് ഈ കാണിക്കുന്നത്. അടിപൊളി. ഇതേ കണ്ട മധുരക്കള്ള കഴിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് അടിപൊളി. ഇത് മധുരക്കള്ളാണ്. ഇത് മധുരക്കള്ളിന് വേണ്ടി മാത്രം ഈ മുന്തിരിക്കള്ള് അല്ലേ? മുന്തിരിക്കള്ള് ഈ മധുരക്കള്ള് എന്ന് പറയുന്നത് മുന്തിരിക്കള്ള് തന്നെയാണ്. മുന്തിരി ഇട്ട് വരുന്നതാണ് മധുരക്കള്ള്. ഓക്കെ, മീൻ്റെയൊക്കെ എടുത്തു. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പന്നിയാണ് ഭയങ്കര ഇഷ്ടം. പന്നി ഒരു കറി വെക്കുകയാണ്. നോക്കട്ടെ, ഇവിടെ അടുപ്പത്ത് എല്ലാം റെഡിയാക്കി ഉപ്പെല്ലാം പുരട്ടി റെഡിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. താറാവിൻ്റെ ഗ്രേവിയാണ്. താറാവിൻ്റെ ഗ്രേവി അല്ലേ? ഓ ശരി ശരി. താറാവ് ഉണ്ടോ? ഇടാൻ പോവാം. താറാവ് പപ്പാസ് ഉണ്ടോ? അത് താറാമപ്പാസിനുള്ളതാണേ. താറാവ് പപ്പാസ്. ഈ ചേച്ചിയാണ് ഇത് റെഡിയാക്കുന്നത്. ഉണ്ടാക്കുന്ന ആളുടെ പേരെങ്കിലും ആളെ ഒന്ന് കാണിച്ചിട്ട് മോശമല്ലേ? ഇത് പന്നി ഫ്രൈക്കുള്ളതാണേ. പന്നി വരട്ടുന്നു. ഇതാണ് നീരാളി എന്ന് പറയും. ഇത് കടലിൽ ഉണ്ടാകുന്ന ഒരു മത്സ്യത്തിൻ്റെ വംശമാണിത്. ഇത് ഞാൻ ഒത്തിരി വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഇത് കണ്ടിട്ടില്ല. എന്നാലും ഇവിടെ വന്നപ്പോൾ ഇതുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അടിപൊളിയായിട്ടുള്ള സൂപ്പർ. തണ്ണീർപ്പന്തൽ റെസ്റ്റോറൻറ്റിലെ ആണിത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് പൊടിവറ ആൻഡ് പൊറോട്ട. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. എല്ലാ വെറൈറ്റീസും കിട്ടും. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം വേണോ അതെല്ലാം ഇവിടെ കിട്ടും. ഭക്ഷണ സംബന്ധമായ എല്ലാ കാര്യങ്ങളും. അതൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച്. കോട്ടയം പാമ്പാടി തണ്ണീർപ്പന്തൽ എന്നൊരു റിസോർട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ എന്നാൽ ശരി, ഇവിടുത്തെ ബീഫ് കറിയും കപ്പ പുഴുങ്ങിയതും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ച്, കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അവരിവിടെ കൊണ്ട് വെച്ച്. അപ്പം ഞാനത് വീഡിയോ എടുത്തത്. ഓക്കെ, സൂപ്പർ. ഷാപ്പിലെ മീനും കറിയാണ്. അതുകൊണ്ട് തിളച്ച് വരിക കറി. അടിപൊളിയായിട്ട് തിളച്ച് വരിക.
ഷാപ്പിൻ്റെ ഓണറാണ് നിൽക്കുന്നത്. പുള്ളിയെ മാത്രം നമ്മൾ കൊണ്ടുവന്നില്ല. അപ്പോൾ എൻ്റെ നിർബന്ധത്തിന് പുള്ളിയോടെ വന്ന് നിന്നാണ്. അപ്പോൾ ഇതെല്ലാം എടുക്കുമ്പോൾ ഷാപ്പ് ഓണർ എന്ത് ചെയ്യുന്ന ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ നമ്മൾ മറുപടി പറയണ്ടേ? അതിന് വേണ്ടിയാണ് ഷാപ്പ് ഓണർ കാണിക്കാൻ വിചാരിച്ചത്. ഷാപ്പ് ഓണറിൻ്റെ ഭാര്യയാണ്. പേര് പറഞ്ഞത് അനു. ഷാപ്പ് ഓണറിൻ്റെ ഭാര്യയാണിത്. ഇവർ രണ്ടും കൂടാണ് ഇത് നടത്തുന്നത്. അടിപൊളി. ഓക്കെ സന്തോഷം. പുള്ളിയുടെ സംസാരം കണ്ടാൽ തന്നെ അറിയാം, കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇന്ന് വരെ ഞങ്ങളെ തൊഴിലാളിയായിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലേ? മേഡം ഇപ്പോൾ ഒരു ജയ്പൂരിൽ വന്ന് ഇവിടെ വീട് കറി വെച്ചാലില്ല, ആദ്യമായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ തണ്ണീർപ്പന്തൽ എന്നുള്ള ഈ ഷാപ്പിൽ എങ്ങനെ കണ്ട്, ഈ റിസോർട്ട് എങ്ങനെ കണ്ടുപിടിച്ചു? അത് ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു. ഗൂഗിൾ സെർച്ച് ചെയ്താണ് അവർ വന്നിരിക്കുന്നത്. അത് ഇഷ്ടം അത്ര ഈ താറാവ് ഒപ്പാസ് അടിപൊളി. നോക്കി അടിപൊളി. സൂപ്പർ. താഴ്ത്തിരിക്കുന്നുള്ളൂ. ഏതായാലും മീറ്റുകളാവും. അതുകൊണ്ട് എളുപ്പം ഇവിടെ വന്ന് ഈസി ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നല്ല ഫുഡാണ്. ഫുഡ് നല്ലതാണല്ലേ? ഫുഡിനെ പറ്റി ഒന്ന് പറയാം, എങ്ങനെയുണ്ട്? എല്ലാം നല്ല ഫുഡാണ്, അതുകൊണ്ടാണല്ലോ വരുന്നത്. ഫുഡ് നല്ലത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ആൾക്കാരെ ഒന്ന് ആകർഷിച്ചു കൊണ്ടുവരുന്നത് അല്ലേ? ഓ ശരി, താങ്ക് യു. അപ്പോൾ അതുകൊണ്ട് ഈ ഫാമിലിക്ക് നമുക്കൊരു കറിക്ക് ചേർക്കേണ്ട കൂട്ടുകളൊക്കെ തയ്യാറാക്കുക. ഓക്കെ. ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് പൊടിമരി. ഈ താറാവ് ഒപ്പാസ് അടിപൊളി. നോക്കി അടിപൊളി. സൂപ്പർ. താഴ്ത്തിരിക്കുന്നുള്ളൂ. ഏതായാലും മീറ്റുകളാവും. ഓക്കെ.